സംസ്ഥാനത്ത് ആശങ്കയായി ചൂട് കനക്കുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട്, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്. ഈ മാസം 19 വരെ ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, പുറത്തിറങ്ങാൻ സാധിക്കാത്ത തരം ചൂടാണ്, വെയിലാണ്. എന്തൊക്കെയാണ് ജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ? വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ചൂട് കനക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ തന്നെ പാലക്കാട് പോലുള്ള ജില്ലകളിലെല്ലാം 40 ഡിഗ്രി സെൽഷ്യസോളമാണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ചൂട് ഉയരും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ജനങ്ങളെല്ലാം കടുത്ത ആശങ്കയിലാണ്. ഏപ്രിൽ 19 വരെ ഇത്തരത്തിൽ ചൂട് ഉയരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഏതായാലും ജാഗ്രതാ മുന്നറിയിപ്പുകളെല്ലാം ജനങ്ങൾ മുഴുവനും കൃത്യമായി തന്നെ പാലിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശം. മലയോര മേഖലയിൽ ഉൾപ്പെടെ ചൂട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന വിവരം. പാലക്കാട് നിർജ്ജലീകരണം മൂലം ഒരു യുവാവ് മരണപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. യാക്കര സ്വദേശമായിട്ടുള്ള പ്രതീക്ഷയായിരുന്നു കുളിക്കാൻ വേണ്ടി പുഴയിലേക്ക് പോകുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയും പിന്നീട് ഈ നിർജ്ജലീകരണം മൂലം മരണപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ ചൂട് വർദ്ധിച്ചതോടുകൂടി വൈദ്യുതി ഉപഭോഗം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പീക്ക് അവറിൽ 6000 മെഗാവാട്ടിന് മുകളിലേക്ക് ഈ വൈദ്യുതി ഉപഭോഗം എത്തുന്ന വലിയ രീതിയിൽ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഈ പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. നാളെ ഒരു അവലോകന യോഗം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ വെച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനാണ് നിലവിൽ സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ ഈ ഡാമുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ വെള്ളം കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ വൈദ്യുതി നിർമ്മാണം അത് സംസ്ഥാനത്ത് വലിയ രീതിയിൽ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി ക്ഷാമം എങ്ങനെയെല്ലാം മറികടക്കണം എന്നുള്ളതാണ് നാളത്തെ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യുക. മിക്കവാറും സംസ്ഥാനത്ത് പുറത്തുനിന്ന് കൂടുതലായി വൈദ്യുതി എത്തിച്ചുകൊണ്ടുള്ള പ്രശ്നപരിഹാരമായിരിക്കും സർക്കാർ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ചൂട് കനക്കുന്നത് സമസ്ത മേഖലയിലും വലിയ രീതിയിൽ ബാധിച്ചു തുടങ്ങിയെന്ന് വേണം പറയാൻ. ശരി, ഇക്ബാൽ അറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.